Hello, Namaskaram. Welcome back to my YouTube channel. ഞാൻ അജേഷ്. AME എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാമിനെ പറ്റിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. ഇപ്പോൾ പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരുപാട് കുട്ടികളുടെ ഒരു ആഗ്രഹമാണ് ഇപ്പം എയർക്രാഫ്റ്റുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ എയർപ്ലെയിനുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ അതിന് പൈലറ്റ് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ഉണ്ട്, അതുകൂടാതെ എയറോസ്പേസ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊരു പ്രോഗ്രാമാണ് AME അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്. അപ്പോൾ ഈ പ്രോഗ്രാം എന്താണ്? ഈ പ്രോഗ്രാം നമുക്ക് എവിടെ പഠിക്കാൻ പറ്റും? ഇതിനകത്ത് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എൻട്രി റിക്വയർമെൻറ്റ്സ് എന്തൊക്കെയാണ്? നമുക്കത് ഇന്ത്യയിലാണോ അല്ലെങ്കിൽ നമുക്ക് പുറത്ത് പഠിക്കുന്നതാണോ കുറച്ച് കൂടുതൽ യൂസ്ഫുൾ? ഇതിനെപ്പറ്റിയെല്ലാമാണ് ഞാൻ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യുന്നത്. AME അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് ശരിക്കും പറഞ്ഞാൽ 4 years പ്രോഗ്രാമാണ്. അതിനകത്ത് 2 year തിയററ്റിക്കൽ ആയിട്ടുള്ള പ്രോഗ്രാമും അതുകൂടാതെ അടുത്ത 2 year എന്ന് പറയുന്നത് ഒരു ട്രെയിനിങ് പ്രോഗ്രാമാണ്. കാരണം അതിനകത്ത് നമുക്ക് ഒരുപാട് വർക്ക് എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ മാത്രമേ, നമുക്കത് കൂടുതൽ പ്രാക്ടിക്കൽ നോളജ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ പ്രോഗ്രാമിനെ പറ്റി അല്ലെങ്കിൽ ഈ ഒരു ഫീൽഡിനെ പറ്റി നമുക്ക് കൂടുതലായിട്ട് പഠിക്കാൻ സാധിക്കുകയുള്ളൂ. സോ ഇത് 2+2, അതായത് 2 year തിയററ്റിക്കൽ 2 year പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു പ്രോഗ്രാമാണ്. കമ്പൈൻ ചെയ്തിട്ടുള്ള പ്രോഗ്രാമാണ് AME അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ്. ഇന്ത്യയിൽ ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ വഴി നമുക്ക് ഈ പ്രോഗ്രാം പഠിക്കാൻ സാധിക്കുന്നതായിരിക്കും. സോ അതിനെപ്പറ്റിയുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ഇതിൻ്റെ മെയിൻ എൻട്രി റിക്വയർമെൻറ്റ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് +2 പിന്നെ ഒരു സയൻസ് പ്രോഗ്രാം പഠിച്ചിരിക്കണം എന്നുള്ളതാണ്. അതിനകത്ത് ഞാൻ ഇപ്പോൾ 45% ഇവിടെ പറയുന്നുള്ളൂ. അത് നമ്മുടെ ഓരോ യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ കോളേജ് പഠിക്കുന്നതിനെ പറ്റി അവിടുത്തെ എൻട്രി റിക്വയർമെൻറ്റ്സിൻ്റെ അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. 45% എന്ന് പറയുന്നത് കുറച്ച് കുറവാണ്, അതെനിക്കറിയാം. എന്നിരുന്നാലും ഞാനത് മറ്റുള്ള കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യും. ഇപ്പം നമുക്ക് +2വിൻ്റെ മാർക്ക് തന്നെ ബേസ് ചെയ്തിട്ട് നമുക്കൊരു കുട്ടിയെ ഇവാലുവേറ്റ് ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ കാരണം അങ്ങനെ +2 മാർക്ക് കുറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് ബാക്കി വരുന്ന അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമിലൊക്കെ കുറച്ചുകൂടി നല്ലതായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പഠിച്ചെടുക്കാൻ പറ്റുന്നതായിരിക്കും. ഇപ്പോൾ അവരോട് മോട്ടിവേറ്റ് ചെയ്തിട്ടാണ് ഞാൻ 45% പറയുന്നത്. ഇത് ഓരോ യൂണിവേഴ്സിറ്റീസിലും വേരി ചെയ്തുകൊണ്ടിരിക്കും. കാരണം ഇപ്പോൾ പുറത്തൊക്കെ പോവുകയാണെങ്കിലും ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട് ഈ പ്രോഗ്രാം പഠിപ്പിക്കുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോകുമ്പോഴത്തേക്കും നമ്മുടെ ഓരോ യൂണിവേഴ്സിറ്റീസിലും ഓരോ തരത്തിലുള്ള എൻട്രി റിക്വയർമെൻറ്റ്സ് ആണ് പറയുന്നത്. ഇപ്പോൾ ഇന്ത്യയിലാണെങ്കിൽ കൂടിയും ഇപ്പോൾ ഒരുപാട് യൂണിവേഴ്സിറ്റീസ് ഉണ്ട്. ആ യൂണിവേഴ്സിറ്റീസിലെല്ലാം ഓരോ യൂണിവേഴ്സിറ്റീസിൻ്റെയും എൻട്രി റിക്വയർമെൻറ്റ്സ് നിങ്ങൾ വെബ്സൈറ്റ് നോക്കി മനസ്സിലാക്കേണ്ടതാണ്. പൈലറ്റ് എന്നുള്ള ഗ്ലാമർ ജോബ് നമുക്ക് നേടുക എന്നുള്ളത് ഒരുപാട് പേരുടെ, അല്ലെങ്കിൽ ഫ്ലൈറ്റിൽ യാത്ര ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ഫ്ലൈറ്റ് നമ്മൾ അതിനെപ്പറ്റി കൂടുതൽ കണ്ടിട്ടുള്ളതും കേട്ടിട്ടുള്ള ആൺകുട്ടികൾക്ക് എല്ലാവർക്കും ഒരുപാട് സ്വപ്നമാണ്. അതൊരു ഗ്ലാമർ ജോബ് എന്നുള്ളതല്ലാതെ അതൊരു പാഷനായിട്ടുള്ള ഒരുപാട് കുട്ടികളുണ്ട്. ഇപ്പോൾ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിംഗ് എന്നുള്ള പ്രോഗ്രാം പഠിക്കുന്ന ആൾക്കാർക്ക് പൈലറ്റ് ആകാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ പറ്റും. അവർ ഈ പ്രോഗ്രാം പഠിച്ചതിന് ശേഷം പൈലറ്റ് അക്കാഡമിയിൽ മസ്റ്റായിട്ടും ജോയിൻ ചെയ്യണം. നമുക്കറിയാവുന്ന എല്ലാതായിരിക്കും. കാരണം അതിന് വേണ്ടിയിട്ടുള്ള ലൈസൻസൊക്കെ നമുക്ക് കിട്ടിയാൽ മാത്രമേ ആ ഒരു പൈലറ്റ് എന്നുള്ള പ്രൊഫഷനോട് നമുക്ക് ആവാൻ സാധിക്കുകയുള്ളൂ. AME എന്നുള്ള ഈ പ്രോഗ്രാം പഠിച്ചതിന് ശേഷം നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല ടോപ്പായിട്ടുള്ള കമ്പനീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോഴത്തേക്കും നല്ല സാലറി സ്കെയിലാണ് അവിടെയൊക്കെ നമുക്ക് ഓഫർ ചെയ്യുന്നത്. കാരണം നമുക്കതിന് കറക്റ്റായിട്ട് നമുക്ക് സാലറി സ്കെയിൽ പറയാൻ പറ്റില്ല. എന്നിരുന്നാലും നിങ്ങൾക്കൊരു ഐഡിയ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സാലറി സ്കെയിൽ ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. അത് നോക്കി നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ പറ്റും. ഈ പറയുന്നതെല്ലാം ഓരോ കമ്പനിയുടെ അല്ലെങ്കിൽ ഇപ്പോൾ നമ്മൾ വർക്ക് ചെയ്യുന്ന ഓർഗനൈസേഷനെ ബേസ് ചെയ്തിട്ട് മാറിക്കൊണ്ടിരിക്കും. ഇപ്പോൾ ഫ്രഷേഴ്സിന് ഓഫ് കോഴ്സ് നമുക്ക് കുറച്ച് കുറവായിരിക്കും. എന്നിരുന്നാലും എക്സ്പീരിയൻസ് ഗെയിൻ ചെയ്തതിന് ശേഷം നമുക്ക് ഒരുപാട് തരത്തിലുള്ള അവസരങ്ങളും ഒരുപാട് തരത്തിലുള്ള സാലറിയും നമുക്ക് കിട്ടുന്ന ഒരു ഫീൽഡാണ് AME അല്ലെങ്കിൽ എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയർ. ഇനി ഈ പ്രോഗ്രാം നമുക്ക് എങ്ങനെ ജോയിൻ ചെയ്യാം നോക്കാം. To join AME course, a candidate should fill the form of Aircraft Maintenance Engineering Common Entrance Test, that means AMECET, after clearing that AMECET exam. ഇപ്പോൾ ഈ ഒരു എൻട്രൻസ് എക്സാം കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മൾ ഓൾ ഇന്ത്യ റാങ്കിൽ ബേസ് ചെയ്തിട്ടായിരിക്കും നമുക്ക് ടോപ്പ് AME ഇൻസ്റ്റിറ്റ്യൂട്ട്സ് അപ്രൂവ്ഡ് ബൈ DGCA അല്ലെങ്കിൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ അണ്ടറിലുള്ള ഇൻസ്റ്റിറ്റ്യൂഷനുകൾ പഠിക്കാൻ സാധിക്കുന്നത്. ഈ പ്രോഗ്രാം ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണോ അല്ലെങ്കിൽ ഈ പ്രോഗ്രാം ഒരുപാട് ടഫാണോ നമുക്കൊരു സംശയം ഉണ്ടാകാം. തീർച്ചയായിട്ടും എല്ലാ പ്രോഗ്രാംസും കുറച്ച് ബുദ്ധിമുട്ടുള്ളത് തന്നെയാണ്. നമ്മൾ ഏതൊരു പ്രോഗ്രാം എടുത്തെടുത്താലും ഇപ്പോൾ BBA അല്ല, അങ്ങനെയുള്ള ഏത് BBA BA ഏതെടുത്താലും ടഫ് തന്നെയാണ്. എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് സയൻസ് ബാക്ക്ഗ്രൗണ്ട് ഉള്ളവരായിരിക്കണം. അപ്പോൾ അവർ മാത്രമേ ഈ ഫീൽഡ് എടുക്കുകയുള്ളൂ. അപ്പം അത്യാവശ്യം കുറച്ച് ബുദ്ധിമുട്ടുള്ള ഒരു പ്രോഗ്രാമാണ്. കാരണം സയൻസും മാത്സും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം കൊണ്ട് മിക്സായി കിടക്കുന്ന ഒരു പ്രോഗ്രാമാണ്. നിങ്ങൾക്ക് ഇതിനകത്ത് ഒരുപാട് ഇൻട്രസ്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് പഠിച്ചെടുക്കാൻ സാധിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഫീൽഡാണ് AME. ഇനി ഓരോ എയർലൈൻസിലും കൊടുക്കുന്ന ബെസ്റ്റ് ആയിട്ടുള്ള സാലറീസ് ഏതൊക്കെയാണ് ജസ്റ്റ് ഒരു കമ്പാരിസൺ നോക്കാം. അപ്പോൾ നമുക്ക് കുറച്ചൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് ഇവിടെ യുണൈറ്റഡ് എയർലൈൻസ് അതിന് ലോവസ്റ്റ് പേയും ഹയസ്റ്റ് പേയും ആവറേജ് പേയും കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ അമേരിക്കൻ എയർലൈൻസ്, ഡെൽറ്റ എയർലൈൻസ്, അലാസ്ക എയർലൈൻസ്, ഹവായിൻ എയർലൈൻസ് ഇതിനെ പറ്റിയെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കുമ്പോഴത്തേക്കും ഒരു ചെറിയൊരു ഐഡിയ കിട്ടും. അപ്പോൾ അതിനകത്ത് ഏറ്റവും കുറഞ്ഞ സാലറിയും അതിൻ്റെ ഹയസ്റ്റ് പേയും അതുപോലെ ഒരു ആവറേജ് പേയിനെ പറ്റിയുള്ള ഒരു ഐഡിയ കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഞാനിവിടെ മെൻഷൻ ചെയ്തിരിക്കുന്നത്.
ഇനി നിങ്ങൾക്ക് വേറെ ഒരു സംശയം കൂടെ തോന്നാൻ ചാൻസ് ഉണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടാണ് ഞാൻ ഈ ഒരു സ്ലൈഡ് ഇവിടെ കാണിക്കുന്നത്. അതായത് AME ആണോ ബെറ്റർ, അതായത് എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് ആണോ ബെറ്റർ എന്ന് തോന്നാം. ശരിക്കും ഈ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗ് വർക്ക് ചെയ്യുന്നത് എന്നു പറഞ്ഞാൽ ടു ഡിസൈൻ ആൻ എയർക്രാഫ്റ്റ്. എന്നാൽ സ്കോപ്പ് ആൻഡ് സാലറി ഓഫ് എയറോനോട്ടിക്കൽ എഞ്ചിനീയേഴ്സ് ഇൻ ഫോറിൻ ഈസ് ഗുഡ്. എന്നാൽ AME പറ്റി പറയുകയാണെങ്കിൽ, അതായത് എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് എഞ്ചിനീയറിനെ പറ്റി പറയുകയാണെങ്കിൽ, ഇതൊരു 3-year ലൈസൻസ് പ്രോഗ്രാം ആണ്, വിച്ച് ഈസ് റിലേറ്റഡ് ബൈ ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ DGCA. ഡയറക്ടർ ജനറൽ ഓഫ് സിവിൽ ഏവിയേഷൻ ഇന്ത്യൻ ഗവൺമെൻറ് അണ്ടറിലുള്ള DGCAയിലാണ് ചെയ്യേണ്ടത്. ഇനി ഏത് എൻട്രൻസ് എക്സാം ആണ് വേണ്ടതെന്ന് ചോദിച്ചാൽ, ഇപ്പോൾ JEE അതിൻ്റെ അഡ്വാൻസ് ആൻഡ് മെയിനുമാണ് നമുക്ക് വേണ്ടത്. ഇത് എൻട്രൻസ് എക്സാമിന് ബേസ് ചെയ്തിട്ടാണ് നമുക്ക് ഓരോ യൂണിവേഴ്സിറ്റീസിൽ അല്ലെങ്കിൽ ഓരോ കോളേജസിൽ അഡ്മിഷൻ കിട്ടുക ഇന്ത്യയിൽ. ഇനി അതല്ല, നമ്മൾ പുറം രാജ്യങ്ങളാണ് പഠിക്കാൻ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് പ്രത്യേകിച്ചിട്ടുള്ള ഇതുപോലുള്ള എൻട്രൻസ് എക്സാംസ് ഒന്നും ഉണ്ടാവില്ല. ചിലപ്പം ടോപ്പ് യൂണിവേഴ്സിറ്റീസ് പോകുകയാണെങ്കിൽ ആ യൂണിവേഴ്സിറ്റീസിൻ്റെ തന്നെ എൻട്രൻസ് എക്സാംസ് ചിലപ്പോൾ ഉണ്ടാകാം. അല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ മാർക്കിൻ്റെ ബേസിൽ നമുക്ക് അഡ്മിഷൻ കിട്ടാം. പുറം രാജ്യങ്ങൾ അഡ്മിഷൻ കിട്ടാൻ കുറച്ചുകൂടി ഈസിയാണ്, കാരണം ഒരുപാട് യൂണിവേഴ്സിറ്റീസ് പ്രോഗ്രാംസ് ഓഫർ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ തന്നെ നമുക്ക് ഇതുപോലുള്ള എൻട്രൻസ് എക്സാംസും അവിടെ ഉണ്ടാവില്ല. അപ്പോൾ അങ്ങനെ ആകുമ്പോഴത്തേക്കും നമുക്ക് അഡ്മിഷൻ കിട്ടാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. ഞാൻ ഇതിന് മുന്നേയും എൻ്റെ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്, നമ്മൾ ഏത് പ്രോഗ്രാം പഠിക്കാനായിട്ട് ഉദ്ദേശിക്കണമെങ്കിലും നമ്മൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന യൂണിവേഴ്സിറ്റീസ് അല്ലെങ്കിൽ കോളേജസിൽ അവിടെയെല്ലാം നമ്മൾ വെബ്സൈറ്റിൽ കയറി നോക്കുക, അല്ലെങ്കിൽ നമുക്ക് നേരിട്ട് പോയി അന്വേഷിക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് മനസ്സിലാക്കണം അവർ ഏതൊക്കെ ടോപ്പ് കമ്പനീസുമായിട്ടാണ് ടൈപ്പ് ഉള്ളത്. അല്ലെങ്കിൽ നമുക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ പഠിച്ചു കഴിഞ്ഞില്ല ഫൈനൽ ഇയറിൽ ഇന്റേൺഷിപ്പോ ട്രെയിനിങ് പ്രോഗ്രാംസ് അവർ ഓഫർ ചെയ്യുന്നുണ്ടോ, ക്യാമ്പസ് ഇൻ്റർവ്യൂസ് വെക്കുന്നുണ്ടോ, ഇതിനെപ്പറ്റിയെല്ലാം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്നിട്ട് മാത്രമേ നമുക്ക് കൂടുതലായിട്ടും നമുക്ക് ആ യൂണിവേഴ്സിറ്റീസിനെ അവരോട് വിശ്വസിച്ച് അവിടെ പഠിക്കാൻ പറ്റുകയുള്ളൂ. കാരണം നമ്മൾ ഒരുപാട് ടൈമും എഫേർട്ടും അതോടൊപ്പം മണിയും അവിടെ സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് അതിൻ്റെ ഒരു റിട്ടേൺ നമുക്ക് തിരിച്ച് കിട്ടണം എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു കാര്യം മസ്റ്റായിട്ടും അന്വേഷിക്കണം എന്നുള്ളതാണ് എൻ്റെ അഡ്വൈസ്. ഇനി ഈ പ്രോഗ്രാമിനെ പറ്റി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്യാം. ഞാൻ മാക്സിമം എൻ്റെ ഹെൽപ്പ് ഈ മെസ്സേജ് വഴി ഞാൻ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസ്, ഇപ്പോൾ പുറം രാജ്യങ്ങളിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റീസിൽ ഈ ഒരു പ്രോഗ്രാം പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തന്നെയും നിങ്ങൾക്കൊരു മെസ്സേജ് ഡ്രോപ്പ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് അതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യാം. അതിന് ഏത് യൂണിവേഴ്സിറ്റീസാണ് കൂടുതൽ ഈ പ്രോഗ്രാം ഓഫർ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് യൂണിവേഴ്സിറ്റീസിലൊക്കെയാണ് അഡ്മിഷൻ ഉള്ളത്, ഞാൻ വേണമെങ്കിൽ അതിൻ്റെ ഡയറക്റ്റ് ലിങ്ക്സോ ഡയറക്റ്റ് കോൺടാക്ട് ഡീറ്റെയിൽസോ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഇനി ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ആ വീഡിയോസ് ഒക്കെ വാച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.